ഹായ് കൂട്ടുകാരെ, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള 4-5 ഫാമിലീസ് എല്ലാവരും കൂടെ എറണാകുളത്തേക്ക് ടൂർ പോയി കേട്ടോ. രാവിലെ ചോറ്റാനിക്കര, അത് കഴിഞ്ഞിട്ട് പിന്നെ തൃപ്പൂണിത്തുറ ഹിൽ പാലസ്, അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചതിന് ശേഷം ഇവിടെ മറൈൻ ഡ്രൈവിൽ ബോട്ടിങ്ങിനായിട്ട് വന്നതാണ്. അപ്പോൾ ബോട്ടിലേക്ക് കയറാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 23 പേരുണ്ടായിരുന്നു. അപ്പോൾ ഒരു ബോട്ട് ഫുള്ളായിട്ട് തന്നെ ബുക്ക് ചെയ്ത് കിട്ടി. ഏജൻറ്റ് കേന്ദ്രമാണ് കേട്ടോ ബുക്ക് ചെയ്തത്. അവിടെ നമ്മൾ തൃപ്പൂണിത്തുറ ഹിൽ പാലസിൽ പോകുമ്പോൾ തന്നെ അവിടെ ഓരോരുത്തരെ ക്യാൻവാസ് ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർ മൊത്തത്തിൽ 23 പേരുണ്ട് വന്നപ്പോൾ ഒരുമിച്ചിട്ട് ഒരു ബോട്ട് ഞങ്ങൾക്കായിട്ട് ബുക്ക് ചെയ്തതെന്നാണ്. 3500 രൂപ കേട്ടോ 23 പേർക്ക്. അപ്പോൾ അങ്ങനെ അപ്പോൾ 1 മണിക്കൂർ യാത്രയാണ്. അതായത് ഈ കായൽ കടലിലേക്ക് എത്തുന്ന അതേ പോയിട്ട് തിരിച്ചു വരും, അങ്ങനെയാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വല്ലാപ്പാടം കണ്ടെയ്നർ ടെർമിനലെല്ലാം കാഴ്ച ചെയ്യുന്നതൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങളങ്ങനെ ഇതാ ബോട്ടിൽ മീനൊക്കെയാണ് ചെയ്തത്. അങ്ങനെ നല്ല വ്യൂ പോയിന്റ് ഉണ്ട് വന്നിട്ട്. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നു. നിറയെ ബോട്ടുകൾ ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇതാ നമ്മുടെ ഡ്രൈവർ, ബോട്ട് ഡ്രൈവർ ചർക്ക പോലുള്ള ചക്രവും പിടിച്ചിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബോട്ട് യാത്ര തുടങ്ങി. നല്ല രസമുണ്ടല്ലേ കാണാൻ. അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഇങ്ങനെ നിറയെ ബോട്ടിൽ ഇങ്ങനെ ഓരോരുത്തർ യാത്ര ചെയ്യുന്നത് കാണാം. എവിടെ വിക്രാന്ത്? ഇന്നൊരു ഗൈഡ് പോലെ ഒരാളുണ്ട് കേട്ടോ. അയാൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു തരുന്നുണ്ട്, ഓരോ കാര്യങ്ങൾ. ഒരു പുതിയൊരു അനുഭവമായിരുന്നു. പണ്ടെപ്പോഴും വന്നിട്ടുണ്ട് കേട്ടോ, പക്ഷേ ഓർമ്മയില്ല. മക്കളുടെയൊക്കെ ചെറുപ്പത്തിലാണ് വന്നത്. അപ്പോൾ ഇത് അടുത്തടുത്ത് ഇങ്ങനെ ബോട്ടുകൾ നിറയെ കാണുന്നുണ്ട്. ഇതാ ആ ദൂരെ കാണുന്ന ആ മരത്തിൻ്റെ അവിടേക്കൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. കായലിൻ്റെ അപ്പുറത്തെ കാഴ്ച. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ദൂരെ കാണുന്ന അവിടെയൊക്കെ നമ്മൾ ഈ ബോട്ടിൽ ഇങ്ങനെ പോകുമ്പോൾ അവിടെ ഇങ്ങനെ എത്താറുണ്ട്. 1 മണിക്കൂർ കൊണ്ട് ആ ഭാഗമൊക്കെ എത്തുന്നുണ്ട്. ഇപ്പോൾ ഈ കാറ്റ് വെച്ചിരിക്കുന്ന ഇവിടെയൊക്കെ നല്ല രസമായിരിക്കും. പോക്ക് നോക്കിയാൽ ബാൽക്കണിയിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ കായൽ അപ്പോൾ ഇതാണ് കടലിലേക്ക് ഒഴുകുന്നതാണ്. ആ കാണുന്നത് കടൽ. ഇവിടുന്നാണ് ഈ 2 കായലുകളുടെയും ഓരോരോ കൈവഴികൾ ഇവിടുന്നാണ് തുടങ്ങുന്നത്. അവിടുന്ന് വരുന്നത് വേമ്പനാട്ട് കായൽ, ഇവിടുന്ന് വരുന്ന പെരിയാർ. അവരെ കൊടിമാറുന്നുണ്ടോ? അതാണ് കേരള ഹൈക്കോടതിയാണ് കാണുന്നത്. ആ ഏറ്റവും ടോപ്പിലൊരു കൊടിമാറുന്നുണ്ടോ? കേരള ഹൈക്കോടതിയാണ് കാണുന്നത്. കേരള ഹൈക്കോടതിയെ കുറിച്ചാണ് ഗൈഡ് പറഞ്ഞു തന്നത്.
ഈ കാണുന്നവരൊക്കെ എല്ലാവരും ഞാൻ ബോട്ടിൽ താഴേക്ക് ഇറങ്ങി നോക്കിയിട്ടുണ്ട് കേട്ടോ. താഴേക്ക് വെള്ളം അത് ഒരുപാട് അറ്റത്തൊന്നും വരുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞ മരങ്ങളുടെ അടുത്ത്. ഇതാ ഇപ്പോൾ അടുത്തെത്തി. നമ്മൾ അവിടെ നിന്ന് നോക്കുന്ന സമയത്ത് എത്രയോ ദൂരമായിരുന്നു, ഇപ്പോൾ അത്രയും അടുത്തെത്തി. ഇത് ഈ കാണുന്ന ഇത് വന്നിട്ട് സിനിമയിലൊക്കെ ദിലീപിൻ്റെ രാജസ്ഥാനാണ് ഏതോ പറയുന്നുണ്ടായിരുന്നു. നേരത്തെ സിനിമയിൽ വീടാണെന്നൊക്കെ പറയുമായിരുന്നു, സിനിമയിൽ കാണിച്ച വീടാണെന്ന് പറയുമായിരുന്നു. ഇപ്പോൾ ഷൂട്ടിങ്ങിന് അങ്ങനെ കൊടുക്കുന്നില്ലെന്ന് പറയുമായിരുന്നു. ഏതോ ഫംഗ്ഷനൊക്കെ വരുമ്പോഴത്തേക്കും പറയുന്നുണ്ട്. കല്യാണ ഫംഗ്ഷനൊക്കെ നടക്കുമ്പോഴേ അവർക്ക് ഡിസ്റ്റർബൻസ് ആകുമെന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ കേട്ടാറില്ല. നേരത്തെ പേര് പത്രം കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പേര് കാണാനുള്ള എന്താണ്ടി എത്ര വലിയ പുഴയായിട്ട് ഒരു മീൻ കൂടി ഇത് വന്നിട്ട് നമ്മുടെ യൂസഫലി ഫ്ലാറ്റോ ഹോട്ടലോ എന്തോ ആണ് പറഞ്ഞു. പിന്നെ അവരുടെ തന്നെ ഹൗസ് ബോട്ടും ഉണ്ട്. പിന്നെ ഇതാ ഈ കാണുന്ന പാലം ഏതാണ്, വൈപ്പിൻ പാലമാണ് പറയുമായിരുന്നു. ഇതാ യൂസഫ് അലിക്കയുടെ ഹൗസ് ബോട്ടാണ്. ഇതിൽ ഒരു ദിവസം തന്നെ ചിലവഴിക്കാൻ തന്നെ നല്ല 15,000 എൻ്റെ ചിലവാകും പറഞ്ഞു. മറ്റേ നേരത്തെ വള്ളംകളി പോലെ 6 ഫസ്റ്റ് മറ്റൊരു ഹോട്ടലിലാണ്. അങ്ങനെ നമ്മുടെ ചമ്പക്കുളം ചൂട്ടലിൽ ഫസ്റ്റ് എത്തുന്നു. കണ്ടൽക്കാട് പോലെ കാണുന്നത്. നന്നായിട്ടുണ്ടായി കാണാനായിട്ട്. ഓരോ ബോട്ടിനും ഓരോ റേറ്റായിരിക്കും തോന്നുന്നത്. വള്ളപ്പാടം ടെർമിനൽ എത്താനായി. ഷിപ്പിൽ അടുത്തുള്ള വ്യൂ. നമ്മൾ ടൂറ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ പാലക്കാടാണ് ടൂറ് പ്ലാൻ ചെയ്യുമ്പോൾ എറണാകുളം എറണാകുളത്ത് കാണാമെന്നൊക്കെ വേണം വിചാരിച്ചത്. പക്ഷേ ഇതായിട്ടും ഇത് മിസ് ചെയ്തത് നല്ല അനുഭവമായിരുന്നു. പിന്നെ അടുത്ത് വെച്ച് കണ്ടെത്തി.
കയറ്റുന്നുണ്ട്. എത്രയോ കണ്ടെയ്നറുകൾ അടുക്കി വെച്ചിരിക്കുന്നത് അല്ലേ. ഈ കാണുന്ന ഷിപ്പ് വന്നിട്ട് അതിൽ ചളിയും മറ്റും ഡ്രൈനേജ് ചെയ്ത് ഒഴുകണമെന്നാണ് പേര് വന്നത്. ഇവിടെ നിന്ന് ഇപ്പോൾ കാണുമ്പോൾ നല്ല വെള്ള കളറിലാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ക്ലീനിങ് ആയിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ വെള്ള കളർ പോയിട്ട് അങ്ങനെ ചളി കളറാകും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ പറഞ്ഞു. അങ്ങനെ കളർ അങ്ങനെ മാറി കറുപ്പ് കളറായി. ഒരു കുഞ്ഞു ഷിപ്പ്. പായലേ ഇവിടെ പൂക്കലേ ഇവിടെ അങ്ങനെയൊക്കെ എന്ന പരസ്യം പോകുന്നു വന്നു. കുളത്തിൽ കാണുന്ന പോലെ അത്രയും പായലുകളാണ് ഇവിടെ കാണുന്നത്. ഈ പരസ്യവാചകം പറഞ്ഞിട്ട് കോപ്പിറൈറ്റ് വരുമോ? കാണുന്നതാണ് കടല്. അതിന്റെ ഈ സൈഡിൽ കാണുന്ന വൈപ്പിനും അപ്പുറം സൈഡ് ഫോട്ടോ വെച്ച് കാണുന്നത്. ഇവിടെ വന്നിട്ട് കടലും കായലും കൂടെ ഒന്നിക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഇവിടെ ബോട്ട് ഇങ്ങനെ ഷേക്കാകാൻ തുടങ്ങി. മറ്റേ തിരമാല കുറച്ച് ഇങ്ങോട്ടേക്ക് ഇതാകുന്നുണ്ട്. ആ ഭാഗം വന്നിട്ട് കടലാണ്, ഈ ഭാഗം കായലും. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ ബോട്ട് പിടിച്ചു. ഇത് അങ്ങ് ആ ഭാഗത്തുള്ള കാഴ്ചകളാണ്. ഇവരെയൊക്കെ സമ്മതിക്കുന്നുണ്ട്. ഇത്രയും കായലിൻ്റെ അടുത്ത് വെച്ചിട്ട് ഇത്രയും വലിയ ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെയാ ധൈര്യത്തിൽ ഇരിക്കണമെന്ന്. നല്ലൊരു വെള്ളപ്പൊക്കം ഒക്കെ വന്നാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കുന്നത്. ഒരു ഡോൾഫിൻ ചാടിയതാണിത്. പെട്ടെന്ന് കാണാൻ പറ്റിയില്ല. ഈ ചെറിയ കുഞ്ഞു ബോട്ടുള്ളവർക്ക് നല്ലപോലെ കാണാൻ പറ്റിയിട്ടുണ്ടാകും. നിറയെ ഡോൾഫിനുകൾ ഈ ഭാഗത്തുണ്ടെന്ന് പറയുന്നു ഗൈഡ്. പക്ഷെ ലാസ്റ്റായിട്ട് ഡോൾഫിനെ കാണാൻ പറ്റുമോ എന്ന് ഇങ്ങനെ നോക്കി നടക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു ഡോൾഫിൻ ചാടിന്ന് വന്നിട്ട് മറ്റേ ട്രാവലറിൻ്റെ ഡ്രൈവർ പറഞ്ഞു. അപ്പോഴേക്കും ഓടിപ്പോയി ഇതാക്കുമ്പോഴേക്കും അത് അതിൻ്റെ പാട്ടിൽ പോയി. അങ്ങനെ അതിമനോഹരമായിട്ടുള്ളൊരു ബോട്ട് യാത്ര കിട്ടി. എറണാകുളം ടൂർ പ്ലാൻ ചെയ്യുന്നവർ ഇത് ബോട്ടിങ് ഒരിക്കലും മിസ് ചെയ്യരുത്. ഇതാണ് കൂടുതലായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തത്. എല്ലാവരും, ഞങ്ങൾ മാത്രമല്ല കൂടെ വന്നവർക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ബോട്ട് യാത്രയായിരുന്നു.
അടുത്തതാണ് കലാപരിപാടികൾ ആരംഭിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ബോട്ട് യാത്രയിൽ മിക്കവാറും കാണേണ്ട സ്ഥലങ്ങളൊക്കെ കണ്ടു. ഇനി താഴെ നമ്മൾ പോയി